ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ കുഞ്ഞു കുഞ്ഞു പ്ലൈവുഡ് പീസ് കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ മോളാണ്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് തന്നെ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല നീറ്റായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ വൈറ്റ് ബേസ് കോട്ട് അടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ നമ്മുടെ വോളിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, അതുതന്നെയാണ്. നോർമലി ഞാനിപ്പോൾ ബേസ് കോട്ട് ബൾക്കായിട്ട് അടിക്കേണ്ട ഏരിയ ഒക്കെ ഇതുപോലത്തെ പെയിൻറ് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടുകയും ചെയ്യും, ചെറിയ പൈസ. അതായത് കമ്പാരിറ്റീവ്ലി ആക്രിലിക് പെയിൻറ്റിന് അത്ര അതിനേക്കാൾ എമൗണ്ട് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആക്രിലിക് പെയിൻ്റൊക്കെ കുഞ്ഞു കുപ്പിയിൽ കിട്ടുന്നതല്ലേ, അത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ നമുക്ക് ഒത്തിരി എമൗണ്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കാം. അതിനുശേഷം എന്താണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു പീസസ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള രീതി വേണ്ടത് അതുപോലെ അറേഞ്ച് ചെയ്യുക. ഞാൻ ഏറ്റവും വലുത് മിഡിലിൽ കൊടുത്തിട്ട് പിന്നെ ചെറുത് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായത്. ഇനി ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ചിത്രം എങ്ങനെ വരക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്കെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് ഭ്രാന്താണോ എന്ന്. അപ്പോൾ ഭ്രാന്തൊന്നുമല്ല, എനിക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് വെറുതെ കളയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്കാട്ടോ. അപ്പോൾ പിന്നെ ഇടിവിട്ട് കളേഴ്സിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം ഈ ഒരു വർക്കിന് ആ ഒരു കളേഴ്സ് തന്നെയായിരുന്നു വേണ്ടത്. നമുക്ക് ലിവിങ് റൂമിലോ ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസിലോ അല്ല സ്റ്റെയർ കേസിൻ്റെ ആ ഒരു കോർണറിലോ ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു വർക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇത് ജോയിൻ ചെയ്തിട്ട് ഞാനത് ചുമരിൽ ഫിക്സ് ചെയ്തോന്ന് ചോദിച്ചാൽ ഫിക്സ് ചെയ്തിട്ടില്ല. കുറച്ച് ഡ്രില്ലൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മാസ്കിൻ ടൈപ്പിൽ കുറേ നാളായില്ലേ നമ്മൾ മാസ്കിൻ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് മിഡിലായിട്ട് ഇങ്ങനത്തെ ഒരു പോർഷനിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ചുറ്റിലും യെല്ലോ, അതുപോലെ തന്നെ ബ്രൗൺ, സ്കിൻ കളർ, ഈ ഓറഞ്ച് ആ ഒരു ടോണിലേക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ബ്ലെൻഡഡ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടിവെട്ട് കളേഴ്സ് വിട്ട് കളിയൊന്നുമില്ല, കാരണം അത്രയും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും, കാരണം ഓഫ് കോഴ്സ് ചെയ്യും, കാരണം എനിക്കത് ഇഷ്ടമാണ്. ഇനി ആരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും എൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ, അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് ഞാൻ ചെയ്യും, അതിന് കണക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലൈവുഡ് പീസൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് വേഗം തന്നെ പെയിൻറ്റിങ്സുമായിട്ട് ഇറങ്ങിയത്. എന്തായാലും ഇതൊരു വെറൈറ്റി ഐഡിയ തന്നെയാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു പ്ലൈവുഡ് പീസാണ് കിട്ടുന്നത് എങ്കിൽ വെറുതെ കളയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും അറ്റത്ത് വരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് റെഡ് കളർ, കുറച്ച് ഡാർക്ക് കളറാണ് വേണ്ടത്. അത് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് കൊടുത്തു കേട്ടോ. എല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാം നോക്കുമ്പോൾ ഒരു കണക്ഷൻ വരണം. ഈ ഒരു പീസസ് നീങ്ങി പോകാതിരിക്കാനും നോക്കണം. നമ്മൾ ഈ കളറ് പെയിൻറ്റിങ് കഴിയുന്നത് വരെ ഈ ഒരു ആ ഒരു പീസസ് ജോയിൻ ചെയ്ത് നിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്കിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രീതിയിൽ നമ്മളൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്, കാരണം ഒത്തിരി സമയമെടുത്ത് ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അഭിപ്രായമൊന്നും പറയാൻ ഇല്ലെങ്കിൽ, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക, കാരണം ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഒരുപാട് പേര് ചോദിക്കാറില്ലേ, മോളെയൊക്കെ വെച്ചിട്ട് ചേച്ചി ഇതുപോലെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട്, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ടെന്ന്. അത് എത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വർക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വുഡൻ കളർ ബ്രൗൺ യൂസ് ചെയ്തിട്ട് താഴത്തെ പോർഷനിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിൽ മുകളിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ സൈസിൽ ചെയ്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കുനിഞ്ഞ് ഇരുന്ന് കിടന്നിട്ടൊക്കെയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഒത്തിരി വലിയ വലിയ പീസസാണ്. ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര തോന്നുന്നില്ലെങ്കിലും ഞാൻ ഇരുന്നിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ മിഡിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ നമ്മൾ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഷെയ്ഡിങ് ആയിട്ടുള്ള കുറച്ച് ഇമേജസാണ് വരച്ചെടുക്കേണ്ടത്. കാരണം ഒരു ഇരുട്ടത്ത് എങ്ങനെയാണോ ഇമേജസ് കാണുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഇത്രയും പറഞ്ഞ
സ്റ്റെപ്പിൽ വലിയ കോംപ്ലിക്കേഷൻസ് വരാത്തൊരു ഏരിയ ആണ് ഈ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചെടുക്കുക എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള കളേഴ്സും അത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് പണിയാണ്, നല്ല നീറ്റായിട്ടൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് കൊണ്ടുവരാൻ. എന്നാൽ അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒത്തിരി എളുപ്പമാണ്. കാരണം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എന്താണോ ഒരു നമ്മൾ ഇരുട്ടത്ത് കാണുന്ന രൂപം, ഒരു നിഴലടിച്ചാൽ കിട്ടുന്ന ഒരു രൂപം എന്താണോ അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ മരമൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഡാമേജ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഇമേജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഷേപ്പ് മാത്രം നോക്കിയാൽ മതി. ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡാബ് ചെയ്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു മരങ്ങൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡൻ പീസിൽ നിന്ന് മറ്റൊരു വുഡൻ പീസിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ചില്ലകളും ശാഖകളൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിനുശേഷം ആ ഒരു 2 പീസും ജോയിൻ ചെയ്തതായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓരോ ശാഖകളൊക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ പീസ് ജോയിൻ ചെയ്ത് വരുന്ന ചിത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് വോളിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡൗട്ട് എങ്കിൽ എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഫ്ലെക്സ് ക്യൂക്ക് പോലത്തെ നല്ല വുഡൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന പശയുണ്ടല്ലോ, ഇതുപോലത്തെ കുഞ്ഞ് തടി കഷ്ണം വാങ്ങിച്ചിട്ട് ഇതെങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ ഞാനൊന്ന് ഒട്ടിച്ചിപ്പം സെറ്റാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഇല്ല കേട്ടോ, കാരണം അത് പിന്നീട് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനത് ചെയ്തത്. കാരണം ഈ പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം പിന്നീട് ഒരു ദിവസമാണ് ഞാനത് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു പീസ് വുഡൻ പീസ് തന്നെ ഇതുപോലത്തെ എടുത്തതിന് ശേഷം ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഇതേ ഓർഡറിൽ നല്ല ചെറിയൊരു ഒരു 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 മില്ലിമീറ്ററൊക്കെ വ്യത്യാസത്തിൽ, 10 എന്നുള്ള പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ തന്നെയാവും, പക്ഷെ 1 സെൻറ്റിമീറ്റർ വേണ്ട അല്ലേ. അപ്പോൾ ആ ഒരു അത്രയും കുഞ്ഞ് വ്യത്യാസത്തിൽ കുഞ്ഞ് ഗ്യാപ്പ് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് നമ്മളുടെ ഈ ഒരു വർക്കിനെ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത്, ആ ഒരു ഗ്യാപ്പ് ഇട്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ആ ഒരു ജോയിൻ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വർക്കിൻ്റെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഫാക്ടർ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് റെഡ് ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു മേഘങ്ങളുടെ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ഈവനിങ് സൺസെറ്റ് ടൈമാണ് എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു നല്ല ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള ആകാശവും അതിന് ചുറ്റും നടക്കുന്ന കുറേ മേഘങ്ങളുടെ കുറച്ച് രൂപങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡാബ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്തു. മിഡിലായിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു വൈറ്റ് റൗണ്ട് ഷേപ്പ് ആരും മറന്നു പോയിട്ടില്ലല്ലോ എന്ന് നമുക്കതൊന്ന് നീറ്റായിട്ട് പറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ ഒരു വൈറ്റ് റൗണ്ട് പറിച്ചെടുത്തതിന് ശേഷം ചുറ്റിലുള്ള പോർഷൻ നമ്മൾ വൈറ്റ് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ലുക്കും കൂടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു വർക്കിന് ആ ഒരു നീറ്റായിട്ടുള്ളൊരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ റൗണ്ട് പറിച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ. ഞാൻ ചുറ്റും കുറച്ച് വൈറ്റ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് ഒരു ഫീല് കൊടുക്കണം. കാരണം അതിൻ്റെ ഗ്ലെയറും അതിൻ്റെ ആ ഒരു ഒക്കെ ചുറ്റും കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് പണി നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഒരു ബ്ലെൻഡ് ലുക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്ത് നിൽക്കരുത് കേട്ടോ. ഒന്ന് ഉറച്ചു കൊടുത്തിട്ടാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതേ റിഫ്ലക്ഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു പുഴയിലേക്കും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ താഴെ ഒരു പുഴയാണ് കൊടുത്തത്. മുകളിലത്തെ ഓറഞ്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ റിഫ്ലക്ഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരക്കുമ്പോൾ തന്നെ നല്ലൊരു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും ഹൈലൈറ്റിംഗ് ആയിട്ട് ആ ഒരു ഭാഗം വരുമ്പോൾ ഇനി പുഴക്കരയിൽ കുറച്ച് താരങ്ങളെ വരച്ചു കൊടുക്കാം. ഞാൻ ഫാമിലി പാക്കേജാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജിറാഫും ആനകളെയും 2 ജിറാഫ് പ്ലസ് 2 ആനകൾ, ഇതാണ് ഞാനിവിടെ വരക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആദ്യം ഔട്ട്ലൈൻ വരച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം എൻ്റെ മോൾക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഒരു മൈൻഡിൽ ജസ്റ്റ് അവൾ പിന്നീട് കണ്ടാലും അത് ആന എന്ന് പറയാനുള്ളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചു വെച്ചത്. ഞാൻ മേ ബി അവൾ ആന പറയുന്ന സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾ പറയുന്നതും കൂടെ കേൾപ്പിച്ചു തരാം കേട്ടോ.
കേട്ടോ അവളോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവൾ ആന എന്ന് പറയും. എന്ത് പാട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ആന എന്ന് പറയും. അവൾക്ക് ആനേനെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് നേരിട്ട് കണ്ടിട്ട് വലിയ ആ ഒരു എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അവൾ പേടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൾക്കൊരു ടോയ് ഉണ്ടായിരുന്നു. അതിൽ ആന അവൾക്ക് ആ ഒരു ലൈറ്റൊക്കെ കത്തുന്ന കണ്ടിട്ട് അതാണ് ആന എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ഒറിജിനലായിട്ട് ആനേനെ കാണിച്ചു കൊടുത്ത സമയത്ത് പേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഭയങ്കര കോമഡി ആയിരുന്നു. ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗ് ചാനലിൽ, സൂര്യമനു വ്ളോഗ്സിൽ. അപ്പോൾ അതൊക്കെ അവൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ആനേൻ്റെ ചെറിയ ഇമേജ് ആണെങ്കിൽ കൂടിയും അവളത് ആന എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ 2 ജിറാഫിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതുമാണ്. ചിലപ്പോൾ ഭാര്യയും ഭർത്താവാം, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞാവാം. പുഴേൻ്റെ സൈഡിൽ വെള്ളം കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുല്ല് തിന്നാനോ ഒക്കെ ആയിട്ട് വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കുഞ്ഞ് ജിറാഫിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾ വലുതാണ് കേട്ടോ. ഒരാൾ ഫേസ് ടു ഫേസ് നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിലും ഒരാൾ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുമാണ്. മറ്റേ സൈഡിൽ നമുക്ക് ഒരു ഫാമിലി ടീമായിട്ട് കുഞ്ഞാനയും ഒരു വലിയ ആനേനെയും കൊടുക്കാം. അപ്പോൾ ആനകൾ ഇതുപോലെ കൂട്ടത്തോടെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ ഒരുപാട് കൊടുത്താൽ നമ്മളെ പിക്ചറിൻ്റെ അത്രയും ആ ഒരു ഭംഗി, നീറ്റായിട്ടുള്ള ഒരു ലുക്കിനെ ബാധിക്കും. അതുകൊണ്ട് ഒത്തിരി ഞാൻ കൊടുത്തിട്ടില്ല. ഒരു വലിയ ആനേനെയും ഒരു കുഞ്ഞാനേനെയും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് തന്നെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഇമേജ് ഫുള്ള് ഫില്ലായ പോലത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഫ്രണ്ട്സായിട്ട് പുഴേൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചിലപ്പോൾ ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എന്താ സംഭവം എന്ന് പിന്നീട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ആയിട്ട് കഥയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ കൂട്ടത്തോടെ അവർ കാട്ടിലൂടെ അന്വേഷിച്ച് നടന്നപ്പം പുഴ കണ്ടു. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ കുഞ്ഞാനയുണ്ട്. കുഞ്ഞാന വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കരയിൽ മാറ്റി നിർത്തിയിട്ട് അമ്മ അവനെ ചീത്ത പറയുകയാണ് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കഥ ഉണ്ടാക്കാനും പറ്റണം ആ ഒരു ഫോട്ടോ നോക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാനേനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കുഞ്ഞാന അല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ആനേനെയും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്ക്. ഇനി കുറച്ച് മിനുക്ക് പണിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കണം. ദൂരെ ലുക്കിൽ കുറേ കാട് പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മങ്ങിയ രീതിയിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ വേണം കേട്ടോ നമ്മളതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴും ജിറാഫിൻ്റെ തലയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മനസ്സിലായോ, നേരത്തെ കാണിച്ചതുപോലെയല്ല. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു. ടേക്ക് കെയർ.